VSG's അക്കൗണ്ടിങ് സിംപ്ലിഫൈഡ് എന്ന് പറയുന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് 11ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോകളെല്ലാം ആദ്യം മുതൽ അവസാനം വരെ കാണണം എന്നുള്ള റിക്വസ്റ്റോടു കൂടി ഞാൻ ഇന്നത്തെ സെഷൻ ആരംഭിക്കുകയാണ്. കാരണം ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൻ്റെ പല ഭാഗത്തായിട്ട് കാണും. അപ്പോൾ മുഴുവൻ കണ്ടാൽ മാത്രമാണ് അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ, ബിസിനസ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി, ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിനകത്ത് ബൈയിങ് ഓഫ് ഗുഡ്സ് ഓർ പ്രൊഡ്യൂസിങ് ഓഫ് ഗുഡ്സ് ഫോർ ദ പർപ്പസ് ഓഫ് സെല്ലിങ്. അപ്പോൾ സെല്ലിങ് വരുമ്പോൾ അതിനകത്ത് പ്രോഫിറ്റ് മേക്കിംഗ് ഉണ്ട്. ആ ഗുഡ്സ് മാത്രമല്ല, ബിസിനസ്സിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബിസിനസ് വഴി ലാഭം ഉണ്ടാക്കുന്നത് സർവീസും കൂടി ഉണ്ട് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എന്നുള്ള വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ബിസിനസ് സർവീസസ്. അപ്പോൾ നമ്മളൊരു ഉദാഹരണം വഴി നോക്കുകയാണെങ്കിൽ, നമ്മളൊരു DVD പ്ലെയർ വാങ്ങിച്ചിട്ട് ഒരു ഡിസ്ക് ഇട്ടിട്ട് അതിനകത്തൊരു സിനിമ കാണുകയാണെങ്കിൽ, ആ DVD പ്ലെയറും ഡിസ്കും ഒക്കെ നമ്മുടെ ഗുഡ്സായിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ പ്രോഡക്റ്റായിട്ട് കൺസിഡർ ചെയ്യാം. അതേസമയം അതേ സിനിമ നമ്മൾ ഒരു മൾട്ടിപ്ലെക്സ്, ഒരു സിനിമാ തിയേറ്ററിൽ പോയിട്ട് കാണുകയാണെങ്കിൽ അവിടെ നമ്മൾ ഗുഡ്സ് അല്ല മേടിക്കുക, സർവീസാണ് മേടിക്കുക. ഇതാണ് ഗുഡ്സും സർവീസും തമ്മിലുള്ള ചെറിയ ഒരു വ്യത്യാസം. അപ്പോൾ എന്താണോ, അതായത് വെൻ വി പർച്ചേസ് സംതിങ് വി ഗെറ്റ് വാട്ട് ഈസ് കോൾഡ് ഗുഡ്സ് എന്നാണ്. എന്താണോ നമ്മൾ മേടിക്കുന്നു, എന്താണോ നമ്മളിലേക്ക് വന്നു ചേരുന്നത് വാങ്ങുമ്പോൾ, അതിന് ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ കണ്ട് മനസ്സിലാക്കാനും തൊട്ട് മനസ്സിലാക്കാനും കഴിയുമെങ്കിൽ അതിനെ ഗുഡ് എന്ന് വിളിക്കാം, ഗുഡ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഇത് ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് അതിനൊരു ഡെലിവറി ഉണ്ടാവണം. അതായത് ഒരിടത്തിരിക്കുന്ന സാധനം നമ്മുടെ കയ്യിലേക്ക് വരണം, ഒന്ന്. രണ്ടാമത്തെ, അതിനകത്ത് ഒരു പൊസഷൻ ട്രാൻസ്ഫറിങ് ഉണ്ടാവണം. പൊസഷൻ എന്ന് പറയുന്ന റൈറ്റ്, അതുപോലെ ഓണർഷിപ്പ് എന്ന് പറയുന്ന റൈറ്റ്. ഈ 3 കാര്യങ്ങളാണ് ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അതായത് പൊസഷൻ എന്ന് പറഞ്ഞാൽ കൈവശം വയ്ക്കാനുള്ള അവകാശം. സെല്ലറിൽ നിന്ന് ബയറിലേക്ക് അത് ട്രാൻസ്ഫർ ആവണം. രണ്ടാമത്തത് ഈ ഓണർഷിപ്പ് എന്ന് പറയുന്നത് അത് സ്വന്തമാവണം. അപ്പോൾ കൈവശ അവകാശവും ഈ പറഞ്ഞ പോലെ ഓണർഷിപ്പും ട്രാൻസ്ഫർ ആവണം. സാധാരണ നമ്മൾ ഒരു പ്രോഡക്റ്റ് ക്യാഷ് കൊടുത്ത് മേടിച്ചാൽ ഈ രണ്ടും, അതായത് പൊസഷനും ഓണർഷിപ്പും അപ്പം തന്നെ ട്രാൻസ്ഫർ ആവും. അതേസമയം നമ്മൾ ചില പ്രോഡക്റ്റ് മേടിക്കാറുണ്ട്, അതൊന്നിൽ ഹയർ പർച്ചേസിലായിരിക്കും. ഇപ്പോൾ അത് EMI എന്ന് പറയുന്ന ഒരു സ്കീമിലേക്കാണ് വന്നിരിക്കുന്നത്. ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് മേടിക്കുക. ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസിൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യില്ല. അത് സെല്ലറിൽ തന്നെ വെസ്റ്റഡ് ആയിരിക്കും. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തതിന് ശേഷം മാത്രമേ ഓണർഷിപ്പ് സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ട്രാൻസ്ഫർ ആവുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഗുഡ്സിൻ്റെ മാത്രം പ്രത്യേകതയാണ്. എന്നാൽ സർവീസിൻ്റെ കാര്യത്തിൽ അത് ഐഡൻറ്റിഫയബിൾ ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഓഫ് വാണ്ട്സ് കിട്ടും എന്നല്ലാതെ അതിനൊരു ഫിസിക്കലായിട്ടുള്ള എക്സിസ്റ്റൻസ് ഇല്ല. അതായത് തൊട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ഐഡൻറ്റിഫയബിൾ ആണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഓണർഷിപ്പ് ഓഫ് ഫിസിക്കലായിട്ട് എന്തെങ്കിലും ട്രാൻസ്ഫറിങ് സർവീസിൻ്റെ കാര്യത്തിൽ നടക്കുന്നില്ല. ശരിക്കും അവ ഇൻടാഞ്ചിബിൾ ആണ്, കാണാൻ കഴിയാത്തതാണ്. വീണ്ടും ഉദാഹരണത്തിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, അതൊരു മെഡിക്കൽ ഹെൽപ്പിന് വേണ്ടിയാണ് പോണത്. അവിടെ എന്തെങ്കിലും വാങ്ങും എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യും, ഒരു സർവീസ് കൺസൾട്ടൻസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റിനെ കാണാൻ പോവുകയാണെങ്കിൽ നിയമം ഉപദേശം കിട്ടും. ആ ഉപദേശം അല്ലാതെ അഡ്വക്കേറ്റിനെ വാങ്ങിക്കാൻ പറ്റില്ല, നമുക്ക് ആ ഉപദേശം സ്വീകരിക്കുക ചെയ്യുക. അപ്പോൾ ഇതാണ് സർവീസിൻ്റെ പ്രാധാന്യം. നമ്മൾ ഇങ്ങനെ സർവീസ് ചെയ്തും അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്തും ബിസിനസ് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ സർവീസിനെ മൊത്തമായിട്ട് നമുക്ക് 3 കാറ്റഗറി ആയിട്ട് വിഭജിക്കാം. ആദ്യത്തെ ബിസിനസ് സർവീസസ്, രണ്ടാമത്തെ സോഷ്യൽ സർവീസസ്, മൂന്നാമത്തെ പേഴ്സണൽ സർവീസസ്.
നമ്മൾ ആകെ നോക്കുകയാണെങ്കിൽ ഈ 3 തരത്തിലുള്ള സർവീസുകളാണ് കാണാൻ കഴിയുക. ഇതിൽ നമ്മുടെ വിഷയവും നമ്മുടെ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതും ബിസിനസ് സർവീസാണല്ലോ. അപ്പോൾ ഈ ബിസിനസ്സിനകത്ത് ട്രേഡും എയ്ഡ്സ് ടു ട്രേഡും ഉണ്ടെന്നുള്ളതാണ്. ട്രേഡ് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആണ് ട്രേഡ് എന്ന് പറയുക. സാധനങ്ങൾ, ഗുഡ്സ് മാത്രമല്ല സേവനങ്ങളും അതിന് പരിധിയിൽപ്പെടുന്നുണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസ്. പിന്നെ അതിന് വേറൊരു പാർട്ടാണ്, ബിസിനസ്സിൻ്റെ വേറൊരു പാർട്ടാണ് എയ്ഡ്സ് ടു ട്രേഡ്. രണ്ടും ഒരുമിച്ച് മുന്നേറുമ്പോൾ മാത്രമാണ് ബിസിനസ് നടക്കുക. അതായത് ട്രേഡിനെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഓക്സിലറീസ് ടു ട്രേഡ് അല്ലെങ്കിൽ എയ്ഡ്സ് ടു ട്രേഡ്. അതായത് ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിങ്, ഇതെല്ലാം എയ്ഡ്സ് ടു ട്രേഡാണ്. ഇവിടെ എല്ലാം നോക്കിയാൽ അവിടെയും ഒരു ബിസിനസ് ഉണ്ട്, പക്ഷേ ഒരു സർവീസാണ് നടത്തപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും. ഇവയെല്ലാം തന്നെ ബിസിനസ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയെ ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ഏതെങ്കിലും ഒരു സർവീസ് സ്വമേധയാ, അതായത് വോളണ്ടറി ആയിട്ട് ചെയ്ത് എന്തെങ്കിലും നേടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗോള് ലക്ഷ്യമാക്കിയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക്, അല്ലെങ്കിൽ അതിനെ എന്താ പറയുക, സോഷ്യൽ സർവീസ് എന്ന് വിളിക്കാം. അവിടെ ഈ ഏതെങ്കിലും ഒരു കാറ്റഗറി ആൾക്കാർ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെല്ലാം നമുക്ക് സോഷ്യൽ സർവീസിൽ ഏർപ്പെട്ടിരിക്കുന്നു പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ചില വീക്കർ സെക്ഷൻസ് ഓഫ് പീപ്പിൾസിനെ ഒന്ന് എന്താ പറയുക ഉയർത്തി എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ അത് പറയുന്ന സോഷ്യൽ സർവീസ് എന്ന് പറയുന്ന ഈ പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഇനി പേഴ്സണൽ സർവീസ് എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻ്റ് ആണ്. അത് ഓരോ വ്യക്തികളുടെയും ഈ പറഞ്ഞ അഭിരുചിക്കനുസരിച്ച് ഈ പേഴ്സണൽ സർവീസ് മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ടൂറിസം, പിന്നെ ഈ പറഞ്ഞ പോലെ റിക്രിയേഷൻ ക്ലബ്ബുകൾ, അതുപോലെ ഈ പറഞ്ഞ പോലെ എന്താണ് ഹോട്ടല്, റിസോർട്ടുകൾ, ഇതെല്ലാം ഈ പേഴ്സണൽ സർവീസ്, അതായത് വ്യക്തിപരമായ സേവനം, ഓരോരുത്തരുടെയും അഭിരുചിക്ക് അനുസരിച്ച് വ്യക്തിപരമായ സേവനം ചെയ്തുകൊണ്ട് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക. അവിടെയും ഈ പറഞ്ഞ പോലെ ബിസിനസ്സിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. പ്രോഫിറ്റ് മേക്കിംഗ് എന്നുള്ളത് എവിടെ ഉണ്ടോ അവിടെ ബിസിനസ് ഉണ്ട്. അത് ഗുഡ്സ് ആയാലും സർവീസ് ആയാലും പ്രൊവൈഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സർവീസസ് പറഞ്ഞു. ബിസിനസ് സർവീസസ്, സോഷ്യൽ സർവീസസ്, പേഴ്സണൽ സർവീസസ്. നമ്മൾ ഇന്നത്തെ ഈ പറഞ്ഞ പോലെ സാഹചര്യത്തിൽ ഈ ബിസിനസ് സർവീസിൻ്റെ വളർച്ച എന്ന് പറയുന്നത്, അതാണല്ലോ നമ്മുടെ വിഷയം. മറ്റുള്ള സർവീസ് സെക്ടറുകളായ അഗ്രികൾച്ചറോ ഇൻഡസ്ട്രിയോ സെക്ടറിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയകൾ നമ്മൾ പരിശോധിച്ചാൽ ബാങ്കിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, അഡ്വർടൈസിങ് ആൻഡ് കൺസൾട്ടൻസീസ്, കമ്മ്യൂണിക്കേഷൻസ്, ടാക്സ് ആൻഡ് അക്കൗണ്ടിങ് എല്ലാം ഈ പറഞ്ഞ ഈ വിഭാഗത്തിൽ പെടും, ബിസിനസ് സർവീസ് വിഭാഗത്തിൽ പെടും. നമുക്കറിയാം, ഓരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാങ്കിങ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഇൻഷുറൻസ് എന്നും ഒഴിവാക്കാൻ പറ്റില്ല. നമുക്കറിയാം, ഒരു ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിസ്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് എടുക്കുക. ബിസിനസ്സിൽ ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള റിസ്ക് ഉണ്ട്, ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കൺസ്യൂമറിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ കൺസ്യൂമർ ഉള്ളത് അവിടെ എത്തിക്കാൻ ട്രാൻസ്പോർട്ടേഷൻ വേണം. അവിടെ ഒരു ബിസിനസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്സ് ട്രേഡ്, കച്ചവടത്തെ സഹായിക്കുന്നതാണ്. പിന്നെ അഡ്വർടൈസിങ്, കമ്മ്യൂണിക്കേഷൻ, പിന്നെ തന്നെ ഈ ടാക്സ്, അക്കൗണ്ടിങ്, ഇതെല്ലാം ചെയ്യുന്ന ടീംസ് ഉണ്ട്. അവരെല്ലാം ഈ പറയുന്ന ആക്ടിവിറ്റീസിൽ, സർവീസിൽ ഏർപ്പെട്ടിരിക്കുന്നു, ബിസിനസ് സർവീസിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. ഇതിൽ ബാങ്കിങ് എന്ന സർവീസ് നമുക്ക് പ്രത്യേകം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏത് സാഹചര്യത്തിൽ, ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഒഴിവാക്കാൻ കഴിയില്ല. അതായത് നമ്മൾ പറയാറുണ്ട് ഫൈനാൻസ് ആണ് ഒരു ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് എന്ന്. അപ്പോൾ ഈ ഫൈനാൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ബാങ്കിങ് വഴിയാണ്, അല്ലെങ്കിൽ ബാങ്ക്സ് ആണ്. നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചിട്ട് അത് അൾട്ടിമേറ്റ് കൺസ്യൂമറിലേക്ക് എത്തുന്നത് വരെ
ഒരുപാട് പ്രോസസ്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഹോൾസെയിലറിലേക്ക് വരും, അത് നേരെ റീറ്റെയിലറിൽ വരും, റീറ്റെയിലറിൽ സ്റ്റോക്ക് ചെയ്ത്, പിന്നെ ഇതിനിടയ്ക്ക് കുറച്ചൊക്കെ മിഡിൽ മാൻ ഉണ്ടാകാം. അപ്പോൾ ഇതിൽ എല്ലാത്തിലും, ഈ സെക്ഷനിലെല്ലാം, അതായത് പ്രോഡക്റ്റ് കൺസ്യൂമറിൽ എത്തുന്നത് വരെ ഈ പറയുന്ന ബാങ്കിങ് എന്ന് പറയുന്ന സർവീസിന് പ്രാധാന്യമുണ്ട്. ഉൽപ്പാദകൻ മുതൽ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ഫൈനാൻസ് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യാം. അത് നേരെ ഹോൾസെയിലർ പ്രൊഡ്യൂസറിൽ നിന്ന് മേടിക്കാനായിട്ട് പൈസയുടെ ആവശ്യം വന്നാൽ പ്രൊവൈഡ് ചെയ്യും. അത് നേരെ ഈ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷൻ വഴി എല്ലാം പൈസ ചിലവാണ് അല്ലേ, ഫൈനാൻസിൻ്റെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇവിടെ എല്ലാം ബാങ്കിങ്ങിൻ്റെ സ്വാധീനം നമുക്ക് ദർശിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ ഈ ഫൈനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ബാങ്കുകളുടെ പങ്കും വളരെ വലുതാണ്. നമുക്ക് ഈ ബാങ്ക് എന്ന് പറയുന്ന the term bank is derived from the word BANKO, banko or BANCK എന്ന് പറയുന്ന ടേമിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ ബാങ്ക് എന്ന് പറയുന്നത്. BANK നമ്മളിപ്പോൾ പറയാറ് ബാങ്ക്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ദിസ് മീൻസ് എ ബെഞ്ച് ഓർ ടേബിൾ ഓൺ വിച്ച് the ancient money lenders and money changers in Europe used to do their business of lending and changing of money എന്നാണ്. പണ്ട് കാലങ്ങളിൽ യൂറോപ്പിലെ മണി ലെൻഡേഴ്സ് ഒരു ടേബിളിൻ്റെ പുറത്തോ ഒരു ബെഞ്ചിൻ്റെ പുറത്തോ വെച്ച് അവരുടെ ഈ പറഞ്ഞ പോലെ ലെൻഡിങ് പ്രോസസ്സ് അല്ലെങ്കിൽ മണി എക്സ്ചേഞ്ച് നടത്തിക്കൊണ്ടിരുന്ന ആ ബെഞ്ചിനെ അല്ലെങ്കിൽ ആ ടേബിളിനെ വിളിക്കുന്ന പേരായിരുന്നു, അല്ലെങ്കിൽ ആ പേരിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ബാങ്ക് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. മോഡേൺ ടൈം അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ബാങ്കിൻ്റെ മീനിങ് എന്ന് ചോദിച്ചാൽ അക്സെപ്റ്റിംഗ് മണി ആസ് ഡെപ്പോസിറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ടു ദ നീഡി പീപ്പിൾ എന്ന് മോഡേൺ മീനിങ് പറയാം. അപ്പോൾ ഈ ബാങ്കുകൾക്ക് എന്താണ് പ്രോഫിറ്റ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവിടെയും ഒരു ബിസിനസ്സാണ് നടക്കണമെന്നുള്ളത് ഇൻടാഞ്ചിബിൾ അല്ലെങ്കിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. നമുക്കറിയാം ബാങ്ക് ചെയ്യുന്ന എന്താ, ആളുകളുടെ സമ്പാദ്യം ഡെപ്പോസിറ്റിൻ്റെ രൂപത്തിൽ സ്വീകരിക്കുകയും അത് ആവശ്യമുള്ള ആൾക്കാർക്ക് കടമായി ലെൻഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അവർക്ക് ഒരു മാർജിൻ പ്രോഫിറ്റായിട്ട് കിട്ടും. അങ്ങനെയാണ് ബാങ്കുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോൾ ഒരു 6% ഇൻട്രസ്റ്റ് കൊടുത്തെന്ന് വയ്ക്കാൽ, അത് ലെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും ലോണായിട്ട് കൊടുക്കുമ്പോൾ ഒരു 8% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്താൽ ഈ 8ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് ആയ 2% ആണ് ബാങ്കിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അവരുടെ നേട്ടം. അങ്ങനെയാണ് ബാങ്കുകൾ പ്രവർത്തിക്കുക, സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ഈ ബിസിനസ് ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ബാങ്കുകൾ സഹായിക്കുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കറിയാം ക്യാപിറ്റൽ ആവശ്യമുണ്ട്. അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സ്വന്തമായിട്ട് ഉള്ളത് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ ലോൺ എടുക്കാൻ പറ്റും. അങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സിലും ഈ പറയുന്ന ബാങ്കിൻ്റെ സ്വാധീനം നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ പൊതുവിൽ പറഞ്ഞാൽ സാമ്പത്തികമായ ഹെൽപ്പ് ചെയ്ത് ബിസിനസ് സ്ഥാപനങ്ങളെയും മറ്റുള്ളവരുടെയും വളർച്ചയിൽ സഹായിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ചില ഇൻസ്ട്രുമെൻസും പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ് എൻ്റർപ്രൈസുകളാണ് ബാങ്കുകൾ എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് ഈ ബാങ്കുകൾ ബിസിനസ്സുകാരെ മാത്രമല്ലല്ലോ ലോൺ കൊടുത്ത് സഹായിക്കാം. ഏതെങ്കിലും വലിയ വാല്യൂ ഉള്ള കൺസ്യൂമബിൾ ഗുഡ്സ് കസ്റ്റമറിന് മേടിക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ ഫൈനാൻസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവരെയും സഹായിക്കും എന്ന് പറയുന്നത്. അതുപോലെ ചില ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയാം, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണ്. അതെല്ലാം ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്, ഇതെല്ലാം ആണ് പ്രധാനപ്പെട്ട നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതിൻ്റെ പ്രാധാന്യവും ഇതെന്താണ് എന്നുള്ളതിനുള്ള ഒരു വളരെ വിപുലമായ ഒരു വീഡിയോ ഉടനെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ ബാങ്കുകൾ ചെക്ക് ഇഷ്യൂവർ ആണ് അല്ലേ. അതുപോലെ തന്നെ ബാങ്ക് പേ ഓർഡർ, ചില യൂട്ടിലിറ്റി സർവീസുകൾ പോലും ഇപ്പോഴത്തെ മോഡേൺ
ബാങ്കിങ് സംവിധാനത്തിൽ നടക്കുന്നുണ്ട്. ഉദാഹരണം ഇലക്ട്രിസിറ്റി ബില്ലോ ഇൻഷുറൻസ് പ്രീമിയമോ അടയ്ക്കാനൊക്കെ നമ്മൾ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ അതൊക്കെ ചെയ്തു വരുന്ന ഒരു സംവിധാനത്തിലേക്ക് ബാങ്കിൻ്റെ പ്രവർത്തനം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബാങ്കിങ് ആണ് നമ്മുടെ ബിസിനസ് സെക്ടറിലെ ഏറ്റവും പറഞ്ഞ സർവീസുകളിൽ ബാങ്കിങ് സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ബാങ്കിൻ്റെ പ്രതിഫലമായിട്ട് ഇൻട്രസ്റ്റ് കിട്ടാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ലോൺ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ട് കിട്ടാം. ആ ഡിസ്കൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നൊരു സംവിധാനമുണ്ട്. അത് ഡീറ്റെയിൽഡായിട്ട് പറയാം. അപ്പോൾ ഡിസ്കൗണ്ട്, പിന്നെ കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ബാങ്ക് പേ ഓർഡർ വേണമെങ്കിൽ, DD എന്ന് പറയും, ഡിമാൻഡ് ഡ്രാഫ്റ്റ് വേണമെങ്കിലും ഒക്കെ ബാങ്കിനെ സമീപിക്കാം. അപ്പോൾ ചെറിയൊരു കമ്മീഷൻ എടുത്തുകൊണ്ടായിരിക്കും ആ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. ഇങ്ങനെയെല്ലാം ബാങ്കുകൾ എന്താ പറയുക, അവരുടെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് ഏൺ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇതിൽ ഈ ബാങ്കിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകുമ്പോൾ ഈ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആണ്. അപ്പോൾ ഞാൻ നേരത്തെയും പല പ്രാവശ്യം പറഞ്ഞതുപോലെ ഒരു ഡെഫിനിഷൻ പറയാൻ നേരം അത് എവിടെ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നതാണ് അതിൻ്റെ രീതി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കൊട്ടേഷനകത്ത് തുടങ്ങുകയാണെങ്കിൽ ആദ്യത്തെ ഡെഫിനിഷൻ ഇങ്ങനെ പറയാം: എനി കമ്പനി വിച്ച് ട്രാൻസാക്ട് ദ ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏതൊരു കമ്പനി ആയിക്കോട്ടെ, ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന ഏതൊരു കമ്പനിയും ഇന്ത്യയിൽ നമുക്ക് ബാങ്ക് എന്ന് വിളിക്കാമെന്നാണ് ആദ്യത്തെ ഡെഫിനിഷൻ. തന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിങ്, ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949 ആണ്. ഇനി ഒരു ഡെഫിനിഷൻ കൂടെ ഉണ്ട്, അത് ഇതാണ്: ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്, repayable on demand or otherwise, and may be withdrawn by check, draft, order or otherwise. ഇതാണ് രണ്ടാമത്തെ ഡെഫിനിഷൻ. ഈ രണ്ട് ഡെഫിനിഷനും ഈ പറഞ്ഞ പോലെ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഡെഫിനിഷനാണ്. അപ്പോൾ എവിടുന്ന് വന്നു എന്നുള്ളത് എഴുതി തന്നെ തുടങ്ങണം. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻവേർട്ട് കോമ സ്റ്റാർട്ട് ചെയ്ത് തന്നെ തുടങ്ങണം. കോമ എല്ലാം എവിടെ ഉണ്ടോ, ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ അവിടെ എല്ലാം ഇട്ട് തന്നെ പോകണം. അപ്പോൾ ഇത് ഈ രണ്ടാമത്തെ ഡെഫിനിഷൻ പറഞ്ഞതാണ് ഇപ്പോഴത്തെ ഈ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതായത് ബാങ്കുകൾ ആളുകളുടെ ത്രിഫ്റ്റ് ഹാബിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് സ്വീകരിക്കും. അവരുടെ സേവിങ്സ് അല്ലെങ്കിൽ അവരുടെ മിച്ചം സമ്പാദ്യമായിട്ട് ബാങ്കിൽ നിക്ഷേപിച്ചാൽ ആ പൈസ എടുത്ത് ലെൻഡ് ചെയ്യും. അങ്ങനെ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഫ്രം ദ പബ്ലിക്. ഇനി റീപേയബിൾ ഓൺ ഡിമാൻഡ്. എപ്പോഴാണോ കസ്റ്റമർ, ബാങ്കിനെ സംബന്ധിച്ചോളം ഡെപ്പോസിറ്റ് ചെയ്ത ആൾ കസ്റ്റമറാണ്, ആവശ്യപ്പെട്ടാൽ തിരിച്ചു കൊടുക്കും, ഓൺ ഡിമാൻഡിൽ തിരിച്ചു കൊടുക്കും. അത് അല്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ നേരിട്ട് പോയി വിത്ഡ്രോ ചെയ്യാം. എങ്ങനെയൊക്കെ വിത്ഡ്രോ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളറിയാം, പേയിങ് സ്ലിപ്പ് വഴി പോയി എഴുതി കൊടുത്താൽ മതി, അപ്പം തന്നെ തരും. സിഗ്നേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ്. സിഗ്നേച്ചറാണ് ബാങ്കിൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതായത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള സിഗ്നേച്ചറും നമ്മൾ ഈ പറഞ്ഞ പോലെ വിത്ഡ്രോ ചെയ്യാൻ സമയത്തുള്ള സിഗ്നേച്ചറും ഒരേപോലെ അല്ലെങ്കിൽ ബാങ്ക് ഒരു കാരണവശാലും പൈസ കൊടുക്കില്ല. കാരണം ഈ പറഞ്ഞ പോലെ അതിൻ്റെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കാനുള്ളത്. അങ്ങനെ ചെക്ക് വഴി നമുക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ ചെക്ക് വഴി നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് നടത്താം. ഇപ്പോൾ അതൊന്നും വേണ്ട, ഒരുപാട് ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും അപ്പോൾ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ് എന്നാണ് ഡെഫിനിഷൻ പറയുക. ഇങ്ങനെ ഏത് രീതിയിൽ വേണോ വിഡ്രോ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ വിഡ്രോവലിൻ്റെയും അല്ലെങ്കിൽ ഡെപ്പോസിറ്റിൻ്റെയും ബേസിൽ അക്കൗണ്ടുകളെ ബാങ്കിൽ ഓപ്പൺ ചെയ്യാനുള്ള അക്കൗണ്ടുകൾ പലതരത്തിലുണ്ട്. അതിൻ്റെയും വീഡിയോസ് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ എല്ലാ വീഡിയോസും ഇനി ഉണ്ടാകുന്നതാണ്. അപ്പോൾ ബാങ്കിങ്ങിൻ്റെയും ബാങ്കിൻ്റെ പ്രാധാന്യവും അല്ലെങ്കിൽ അതൊരു സർവീസ് സെക്ടറാണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കുമുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.